പക്ഷേ ഡി.കെ. ശിവകുമാർ കുറേ നാളുകളായി ബി.ജെ.പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്ന് പല വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഒരു ചിത്രമാണ് ചർച്ചയാകുന്നതും കോൺഗ്രസ് ഞെട്ടുന്നതും. കാവി പുതച്ചുകൊണ്ട് ഒരു പരിപാടിയിൽ ഡി.കെ. ശിവകുമാർ പങ്കെടുക്കുന്നു. ഈ ബി.ജെ.പിയുമായി വലിയ ബന്ധം പുലർത്തരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം ഡി.കെ. ശിവകുമാറിന് കിട്ടി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാവി പുതച്ചുള്ള ഈ പരിപാടി പങ്കെടുക്കൽ അത് ഡി.കെ. ശിവകുമാർ ബി.ജെ.പിയിലേക്കുള്ള ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കുമോ? ബി.ജെ.പിയിലേക്ക് അദ്ദേഹം മാറും എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ബി.ജെ.പിയുടെ പല പരിപാടികളിലും പങ്കെടുക്കുകയും കാവി പുതച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നോടെടുക്കുന്നതായിട്ടുള്ള സമീപനം കോൺഗ്രസ് നേതൃത്വത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സൂചനകളാണ്. നിങ്ങൾ എന്നോടെടുക്കുന്നതായിട്ടുള്ള സമീപനങ്ങളെന്ന് പറയുന്നത് ശരിയല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നിലപാടെടുക്കാനായിട്ട് മടിക്കില്ല എന്ന് പറയുന്ന സൂചന നൽകൽ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഡി.കെ. ശിവകുമാർ അവിടുത്തെ മുഖ്യമന്ത്രിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികളും വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അത് കോൺഗ്രസ്സിൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കാനുള്ള സാധ്യതയെ തുടർന്നാണ് അതിന് തടസ്സം വരികയും അങ്ങനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനായിട്ട് പറ്റാതെ പോവുകയും ചെയ്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു 2.5 വർഷക്കാലത്തിന് ശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാതെ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അതിനനുസരിച്ച് നിലപാടെടുത്തില്ലെങ്കിൽ വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടെടുക്കാനായിട്ടുള്ള കരുത്ത് തനിക്കുണ്ട് എന്ന സൂചന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വീക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. സിദ്ധരാമയ്യ 2.5 വർഷക്കാലം മുഖ്യമന്ത്രി, അടുത്ത് കഴിഞ്ഞതിന് ശേഷം 2.5 വർഷക്കാലം ഡി.കെ. ശിവകുമാർ, ഇങ്ങനെയായിരുന്നു ഇവർ തമ്മിലുള്ള കരാർ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി.കെ. ശിവകുമാറിനെ തള്ളിയതിൻ്റെ ഒരു രോഷം ഡി.കെ. ശിവകുമാറിന് സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കർണാടകയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഡി.കെ. എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കർണാടകയിലെ നട്ടെല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഡി.കെക്ക് വ്യക്തമായി അറിയാം കോൺഗ്രസ് പതനത്തിലേക്കാണ് പോകുന്നത്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, ഒരു പിടിവള്ളിയില്ല എന്നുള്ളത്. കുതിക്കുന്നത് ബി.ജെ.പിയാണ്. അപ്പോൾ ഇതിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി തൻ്റെ സ്വാധീനം ബി.ജെ.പിയിൽ ഉപയോഗിച്ചാൽ തനിക്ക് കുറച്ചുകൂടി സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡി.കെ പോലുള്ള ഒരാളെ അവഗണിക്കാൻ ബി.ജെ.പിയും തയ്യാറാകില്ല. അങ്ങനെയാണ് എങ്കിൽ ഒരു അപ്രതീക്ഷിത നീക്കം നമുക്ക് ഡി.കെയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. കാരണം ഡി.കെ. ശിവകുമാറിൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും സമീപനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ കോൺഗ്രസിനെ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ നിർത്താനായിട്ട് കഴിയും എന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ചാടി ബി.ജെ.പിയിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയായിരിക്കും തനിക്ക് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതെന്ന് ഡി.കെ. ശിവകുമാർ കരുതുന്നുണ്ടാകാം. പക്ഷേ ഈ 2.5 വർഷക്കാലത്തെ ഈ കരാർ നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസിന് എത്രമാത്രം കഴിയും എന്നതിൽ അദ്ദേഹത്തിന് സംശയം വരുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലും ബി.ജെ.പിയുടെ വേദികളിലും അതേപോലെ തന്നെ ഇപ്പോൾ കാവ്യ പുതച്ചൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണങ്ങളാണ്. വേണമെങ്കിൽ അങ്ങനെ ആകാം എന്നുള്ളൊരു സെൻസ് അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലപ്പുറം ഞാൻ അദ്ദേഹം മാറും എന്ന് കരുതുന്നില്ല. കാരണം കോൺഗ്രസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ള തലം അല്ലെങ്കിൽ തളം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത്രയും കരുത്തനായ മറ്റൊരാൾ കോൺഗ്രസിനകത്ത് ഇല്ലാത്തിടത്തോളം കാലം കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവും. സിദ്ധരാമയ്യയുടെ കാര്യം ശരിയാണ്, പക്ഷേ അത് ഈ 2.5 വർഷ കാലാവധി പൂർത്തീകരിക്കുന്ന ഘട്ടത്തോടുകൂടി അത് അവസാനിച്ചേക്കും എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും നമ്മൾ വീക്ഷിച്ചാൽ അങ്ങനെ ഉള്ള ആ കരാർ നടപ്പിലാക്കപ്പെടാതെ പോകുന്നൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്ന അന്വേഷണം കൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിലിരിക്കുന്ന അതിൻ്റെ ഹൈക്കമാൻഡിനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. കർണാടകത്തിലും വേണമെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യും?
എന്ന ചോദ്യമാണ് ഡി കെയുടെ മുന്നിൽ നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ മാഷെ അവിടെ ഒരു കാര്യമുള്ളത്, കർണാടകയിൽ സിദ്ധരാമയ്യ അല്ല കോൺഗ്രസിനെ ജയിപ്പിച്ചത്. അവിടെ കോൺഗ്രസിനെ വലിയ ശക്തമായി നിലനിർത്തിയത് പണമുണ്ടാക്കി കോൺഗ്രസിനെ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ തിരഞ്ഞുകൊണ്ട് കൃത്യമായി കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുപോയത് ഡി കെ ആണ്. അപ്പോൾ ആ ഡി കെയെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകില്ലേ? കോൺഗ്രസിന് വൻ തിരിച്ചടിയായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കാതെ പോകുന്നത്. പക്ഷേ അവിടെ അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, രാഷ്ട്രീയ ഇക്വേഷൻ. ആ രാഷ്ട്രീയ ഇക്വേഷനിൽ സിദ്ധാരാമയെ അന്ന് എങ്ങോട്ടെങ്കിലും സൈഡ് ലൈൻ ചെയ്താൽ കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ടുള്ള വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കണ്ടിട്ടാണ് കോൺഗ്രസ് അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ ഈ 2.5 വർഷ കാലാവധി പൂർത്തീകരിക്കുന്ന സമയത്ത് ഡി കെ തിരിച്ചുകൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസിന് അതിനേക്കാൾ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ അതിന് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് പണവും, 2 മസിൽ പവറുമാണ്. ഈ പണവും അതേപോലെ തന്നെ മസിൽ പവറും ശക്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരാളാണ് ഡി കെ. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്കെതിരെ കോൺഗ്രസിന് കർണാടകത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ രക്ഷയില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ ബി ജെ പി അവിടെ മുന്നേറിയതാണ്. വലിയ കോറി ഉടമകളും സംഘങ്ങളുമൊക്കെ സമ്പൂർണ്ണമായിട്ട് ബി ജെ പിയുടെ കരുത്തായി മാറിക്കഴിയുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ അതേപോലെ തന്നെ പണമുള്ളതായിട്ടുള്ള ആളുകളുടെ സംഘം ആവശ്യമാണ്. ഡി കെ ആ സമ്പന്നനായിട്ടുള്ള നേതാവ് അതിനാവശ്യമായിട്ടുള്ള പണം നൽകി, പണമുള്ള ആളുകളെ ഒപ്പം നിർത്തി, പണത്തിൻ്റെ ഒരു കൂമ്പാരം നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ആ ഇലക്ഷനിലെല്ലാവരും വിജയിച്ചതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡി കെ ഉപേക്ഷിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഡി കെയുടെ സമീപനങ്ങളെന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് വായിക്കണം. ഒന്ന്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ സന്നിഗ്ധാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ള സൂചന നേതൃത്വത്തിന് കൊടുക്കുക. 2, ഒരു മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറയുന്നത് വളരെ നല്ല തോതിൽ ഡി കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കുംഭമേളയിലൊക്കെ പങ്കെടുത്ത കാര്യം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള 2 വശം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വായിക്കുന്നതാണ് നല്ലത്. ഒന്ന്, കോൺഗ്രസിന് ഏത് സമയത്തും മുന്നറിയിപ്പ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രവർത്തന രീതി. 2, കർണാടകത്തിലുള്ള കോൺഗ്രസ് അനുഭാവികളിലുള്ള മൃദുഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായിട്ട് ഡി കെ ശിവകുമാർ നിൽക്കുകയും ചെയ്യുക എന്നത്. പക്ഷേ ഈ ഡി കെ ശിവകുമാറിൻ്റെ നിലപാടുകൾ അത് ചോദ്യം ചെയ്യാനും കോൺഗ്രസിന് കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഈ 2.5 വർഷത്തെ കരാർ കൃത്യമായി കോൺഗ്രസ് പാലിച്ചിട്ടില്ല എന്നുള്ളത് നിൽക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു വിലയും ഇല്ല, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കും എന്നുള്ള ഒരു താക്കീത് കൂടിയല്ലേ ഡി കെ നൽകുന്നത്? അല്ല, കരാർ പാലിക്കാതെ ആദ്യകാലം മുന്നോട്ട് പോകാനായിട്ട് കോൺഗ്രസിന് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കരാർ പാലിക്കേണ്ട ആ അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയന്ത്രണ രേഖ എവിടെയാണോ അവിടെ ഡി കെ ശിവകുമാർ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നീങ്ങും എന്ന് കണ്ടുകൊണ്ട് അതിനെ വഴിയടക്കാനായിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ഡി കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ സ്പെക്കുലേഷൻസ് അദ്ദേഹത്തെ ഈ കോൺഗ്രസിൽ നിന്ന് അടർത്തി പുറത്തു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതായി മാറിത്തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.